ഒരു രസികൻ കോമഡി കണ്ടു. ഗോവിന്ദസ്വാമി ജയിലിൽ വിട്ടിറങ്ങി കേരളത്തിലെ വില നിലവാരം കണ്ടിട്ട് എങ്ങനെയെങ്കിലും ജയിലിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഗോവിന്ദസ്വാമിയെ ചില ആളുകൾ നർമ്മഭാവനയോടെ കോമഡിയായിട്ട് പലയിടത്തും അവതരിപ്പിക്കുന്നത് കണ്ടു. അതിനെക്കുറിച്ചുള്ള വില പട്ടികയൊക്കെ കണ്ട് ഞെട്ടി ജയിലിലേക്ക് പോകുന്ന ഗോവിന്ദസ്വാമിയെ കണ്ടു. കേരളത്തിൽ ഓരോ സാധനങ്ങളുടെ വില പട്ടിക നോക്കിക്കഴിഞ്ഞപ്പോൾ നാട്ടിലെങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് പേടിച്ച് പറിച്ച് ഞാൻ ജയിലിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയുന്ന ഒരു ഗോവിന്ദസ്വാമിയുടെ ചിത്രം. ഇത് കോമഡി ക്യാപ്സ്യൂളായിട്ടാണെങ്കിലും കോമഡി ആയിട്ട് ഉള്ള ഒരു സംഭവമാണെങ്കിൽ കൂടിയും ഇതിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു മനുഷ്യന് സാധാരണ മനുഷ്യൻ ജീവിക്കാൻ നമ്മുടെ ഇന്നത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കാണിക്കുന്നൊരു സംഭവം പോലെയാണ് തോന്നുന്നത്. കാരണം പല സാധനങ്ങളുടെയും വില വലിയ തോതിൽ കൂടുമ്പോൾ അതിന് ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിനും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ അടുത്ത ഭരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ മാത്രം പ്രതിപക്ഷം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നു. ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും ഇവിടെയുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ, അനിയന്ത്രിതമായ വിലക്കയറ്റം, പല കാര്യങ്ങളും, കഞ്ചാവ് പോലെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇങ്ങനെ പല കാര്യങ്ങളിലും ശക്തമായിട്ട് പ്രതികരിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം ഇത്രയും യൂത്ത് കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, അതുപോലെ യുവമോർച്ചയുണ്ട്, പല സംഘടനകളുണ്ട്. ഇവരൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ച് സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനൊപ്പം നിലകൊള്ളുമായിരുന്നെങ്കിൽ കേരളത്തിൽ ഇവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഇവരുടെ പ്രവർത്തനം കണ്ടാൽ ഇവർ പ്രതിപക്ഷത്തേ അല്ല എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും വലിയ വാർത്ത വന്നാൽ ആ വാർത്ത ഉള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കാൻ കഴിയുന്ന നേതാക്കന്മാരായി അല്ലെങ്കിൽ പ്രവർത്തകരായി മാത്രം മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിഞ്ഞു തന്നെ കാണണം. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇടതുപക്ഷത്തിന് ഇനിയും ചാൻസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.